എഞ്ചിനീയർ ബിരുദമെടുത്ത വിനീത ശ്രീനന്ദൻ പക്ഷേ യന്ത്രശാസ്ത്രത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് നാട്യശാസ്ത്രത്തെയാണ്. മുംബൈയിൽ ഒരു കുടുംബിനിയായി കഴിയുമ്പോഴും മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ച് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയായിരുന്നു ഈ കലാകാരി. ഇത് വിനീത ശ്രീനന്ദൻ. പൂനെ കമ്മിൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റേഷന് എഞ്ചിനീയർ ബിരുദമെടുത്ത വിനീത പക്ഷേ യന്ത്രശാസ്ത്രത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് നാട്യശാസ്ത്രത്തെയാണ്. രണ്ടു മക്കളുടെ അമ്മയായി കുടുംബിനിയായി കഴിയുമ്പോഴും മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ച് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയായിരുന്നു വിനീത. ഇത് ഒരു കലാകാരിയുടെ നൃത്തകലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം. നാട്യതപസ്യയ്ക്ക് അർത്ഥപൂർണത നൽകിയ വിനീത ശ്രീനന്ദന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നതും ഈ കലയോടുള്ള അഭികാമ്യവും നിശ്ചയദാർഢ്യവുമാണ്. അക്കാഡമിക്സിലും പ്രയോറിറ്റി കൊടുത്തിട്ടും കൂടിയും എൻ്റെ പേരൻസിനെ റിസ്ട്രിക്റ്റ് ചെയ്തില്ല ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ആഴ്ചയിൽ 3-4 ടൈംസ് ഒക്കെ പോയിരുന്നു. പറ്റുകയാണെങ്കിൽ എല്ലാ ബാച്ചിലും പോയി ചെയ്യും. അത്രയും ക്രേസ് ആയിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പോൾ അവർ എവിടെ ചെറിയ പ്രോഗ്രാമോ 5 മിനിറ്റിൻ്റെ ഒരു പ്രോഗ്രാം ആണെങ്കിലും എന്നെ കൊണ്ട് ചേർത്തും. അപ്പോൾ ഐ ഹാവ് ടു പെർഫോം. അപ്പോൾ വളരെ ഒരു ഏർലി 8 ഇയേഴ്സിൽ തന്നെ ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങി. നാട്യശാസ്ത്രാടിസ്ഥാനത്തിലെ ഭാരതീയ നൃത്തങ്ങളിൽ മുഖ്യസ്ഥാനത്തുള്ള ഭരതനാട്യത്തിൻ്റെ ആദ്യ ചുവടുകൾ വിനീത ശ്രീനന്ദൻ സ്വായത്തമാക്കിയത് 4-ാമത്തെ വയസ്സിൽ. ഒരു 4-5 വയസ്സാകുമ്പോൾ തന്നെ ഭരതനാട്യം ക്ലാസ്സിൽ ചേർത്തി അമ്മ. അപ്പോൾ ആദ്യം കുട്ടിക്കാലത്ത് കുറേ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. കുറേ ഫ്രണ്ട്സ് ഉണ്ടായി. അപ്പോൾ ഡാൻസ് ചെയ്യുന്നതിനെക്കാട്ടിലും കളിക്കുമായിരുന്നു. പിന്നെ അത് എൻ്റെ ഗുരു മീനാക്ഷി വെങ്കട്ടരാമൻ, ഷീസ് നോ മോർ, ഒരു 6 കൊല്ലമായി അവർ മരിച്ചു പോയിട്ട്. അവരുടെ ഒരു ഷീ വാസ് മോർ ലൈക്ക് എ മദർ ടു മീ. കുറേ കഥകളും കൃഷ്ണൻ്റെ കഥകളും പിന്നെ ഈ ഗണപതിയുടെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ മെല്ലെ അതിലേക്ക് ഇൻട്രസ്റ്റ് കൊടുന്നു. അവർ ഓരോ ഹസ്തകൾ കാണിച്ചിട്ടും കഥ പറയുമ്പോൾ അങ്ങനെ അവർ മുദ്രകളൊക്കെ കാണിച്ച് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് അങ്ങനെ കൂട്ടി. അരങ്ങേറ്റം കഴിഞ്ഞ് ഈ പരമ്പരാഗത നൃത്തരൂപത്തിൻ്റെ വിവിധ സാങ്കേതിക വശങ്ങളും സ്വന്തമാക്കി. പിന്നീട് നൃത്തം ഒരു തപസ്യയായിരുന്നു. വിവിധ ഡാൻസ് ഫെസ്റ്റിവൽ തുടങ്ങി ഇന്ത്യൻ സർക്കാർ അധീനതയിലുള്ള സാംസ്കാരിക വകുപ്പിൻ്റെ പരിപാടികളടക്കം മുഖ്യധാരയിൽ നിറഞ്ഞാടിയ നിമിഷങ്ങൾ. ദൂരദർശൻ അംഗീകരിച്ച എ ഗ്രേഡ് ഭരതനാട്യ നർത്തകിയായി വിനീത ശ്രീനന്ദൻ ചാനലിൻ്റെ നിരവധി വേദികളിലും നിറ സാന്നിധ്യമാണ്. വെൽക്കം ബാക്ക്.
നളന്ദ ഡാൻസ് റിസർച്ച് സെൻറ്റർ സംഘടിപ്പിച്ച പരിശീലന കളരിയിൽ വെച്ചാണ് ഡോക്ടർ കനക റെലയെ പരിചയപ്പെടുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യഭംഗിയെ ജീവിതത്തിലേക്ക് ആവാഹിച്ച നർത്തകിയുമായുള്ള കൂടിക്കാഴ്ച നാട്യകലയിലെ പുതിയ ചിട്ടപ്പെടുത്തലുകൾക്ക് വാതായനങ്ങൾ തുറന്നിട്ടു. ഗോപാൽ മാഷ് പഠിപ്പിക്കുന്ന അധികവും ഐറ്റംസ് ഇപ്പോൾ കനക് മാമിൻ്റെ കൊറിയോഗ്രാഫിയാണ്. അപ്പോൾ കനക് മാമിൻ്റെ കൊറിയോഗ്രാഫീസ് അത്രയും റിസർച്ച് ചെയ്തിട്ട് നാട്യശാസ്ത്രീയം ഒക്കെ വായിച്ചിട്ട് ഉണ്ടാക്കുന്ന കൊറിയോഗ്രാഫിയാണ്. അപ്പോൾ ടെക്നിക്കലി അത്രയും പെർഫെക്റ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇത്രയും ടെക്നിക്കൽ കാര്യങ്ങൾ കനക് മാമിൻ്റെ കൊറിയോഗ്രാഫിയും ഗോപാൽ മാഷിൻ്റെ പഠിപ്പിക്കലും അതൊക്കെ കൂടിയിട്ട് കിട്ടേണ്ടതന്നെ എനിക്കൊരു വളരെയധികം ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. കാവാലം നാരായണ പണിക്കരോടൊപ്പം സോപാന സംഗീതത്തിന്റെ അകമ്പടിയോടെ മോഹിനിയാട്ടം അവതരിപ്പിക്കുവാൻ കനക റെലെ നടത്തിയ നൃത്ത പരീക്ഷണങ്ങൾ വളരെ ശ്രദ്ധ നേടി. കേരളത്തിന്റെ ലാസ്യ നടനത്തോടായിരുന്നു അന്യഭാഷക്കാരിയായ കനക റെലെയ്ക്ക് എന്നും പ്രിയം. Kavalam Panikar, a very dear friend of mine, and he provided the entire background of Sopana Sangeetam and with its different talas, because he had done research in that. So both of us got together and we sort of tried to build up a very unique repertoire. നളന്ദയാണ് കലാക്ഷേത്രത്തിലേക്കുള്ള വഴി വിനീതയ്ക്ക് മുൻപിൽ തുറന്നിടുന്നത്. ഗുരു കലാശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണന്റെ കീഴിൽ മോഹിനിയാട്ടം പരിശീലിച്ചു. തിരക്കുപിടിച്ച മുംബൈ ജീവിതത്തിനിടയിലും കലയ്ക്കു വേണ്ടി ചെലവഴിക്കുവാൻ കിട്ടുന്ന സമയം വിലപ്പെട്ടതായി കരുതുന്ന ശ്രീനന്ദൻ തന്നെയാണ് വിനീതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കരുത്ത്. So I think both of us are very committed to our individual professions and we will do what it takes to do well and excel. I think there is a whole aspect of pride being associated when she's going on stage or I'm going to office. And I think these are two independent careers and both of us have to adjust to make sure the careers work and the family works. It actually does not need adjustment. It comes naturally. വിനീതയുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു മോഹിനിയാട്ടം പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത്. അരങ്ങേറ്റത്തിൻ്റെ അഭിനന്ദനവുമായി ഗുരു കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് മുൻപിൽ വിനീതയുടെ സ്വപ്നങ്ങൾ പൂവണിയുകയായിരുന്നു. കനക റെലെയുടെ ശൈലിയാണ് മോഹിനിയാട്ടത്തിൽ ഗോപാലകൃഷ്ണനും പിന്തുടരുന്നത്. കനകറലയുടെ ഒരു ശൈലിയാണ് മനസ്സിലുള്ളതും കനകറലയുടെ ഒരു ഗുരുത്വം കൊണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റി. ഇന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കുറേ ദൂരത്തിൽ വളരെയധികം മേലെയായിട്ട് അവർ അത് മുഴുവൻ അവതരിപ്പിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം Truly my dream come true. I have no words to say that it's a very special feeling to have done this, and I hope I'm able to continue this training under Gopal sir and learning a lot more from him. വിനീതയുടെ നൃത്തത്തിനോടുള്ള അഭിനിവേശവും ആത്മാർത്ഥതയും എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു ശ്രീനന്ദൻ. കുട്ടിക്കാലം മുതൽ നൃത്തത്തോടുള്ള വിനീതയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളെയും ശ്രീനന്ദൻ അഭിനന്ദിക്കുന്നു. For me it's a proud moment because when the first Arangetram she did, it was in Bharatanatyam and it was a really big moment for her mother and father, and for us to give them that joy all over again in a dance form that is so ethnic and so much belonging to the roots from where she comes. I think it's a proud moment for us.
അവളുടെ ആഗ്രഹത്തിന് ഞാൻ കുട്ടിക്കാലം തൊട്ടിട്ടേ ഞാൻ സപ്പോർട്ട് ചെയ്ത് എഞ്ചിനീയറിംഗ് പഠിച്ചു വെച്ചാലും അവൾ പറയും എൻ്റെ ബ്ലഡിൽ തന്നെ ഫുൾ ഡാൻസാണ്, എനിക്കത് വിടാൻ പറ്റില്ല അമ്മയെന്ന് പറയും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയൊക്കെയോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും പറ്റിയ ഗുരുക്കന്മാരെ കിട്ടി. വേണ്ട വിധത്തിൽ പിന്നെ കഠിനാധ്വാനം ഉണ്ട്, ഹാർഡ് വർക്കിംഗ് ആണ്. മുദ്രകളിൽ പ്രപഞ്ചത്തെ മുഴുവൻ ആവാഹിച്ചെടുത്ത ആകാശവും ഭൂമിയും കാറ്റും വെളിച്ചവുമെല്ലാം ചിലങ്കയുടെ താളത്തിൽ പുനർജനിച്ച നർത്തകിക്ക് നഗരത്തിലെ തിരക്കിട്ട ജീവിതവും കോൺക്രീറ്റ് സൗധങ്ങളിലെ ഏകാന്തതയും കലയുടെ ലാവണ്യശാസ്ത്രത്തിന് തടസ്സമായില്ല. തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ATMകളിൽ പണം തീരുന്നു, ദുരിതമൊഴിയാതെ ജനങ്ങൾ വലയുന്ന കാഴ്ചയ്ക്കാണ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുംബൈയിലെ അവസ്ഥ. നഗരസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ക്യൂ നിൽക്കുന്നവർക്ക് ചായയും കുടിവെള്ളവുമായി രാഷ്ട്രീയ പാർട്ടികളും സജീവം. മുംബൈ നഗരത്തിലെ മിക്ക ATMകളിലും പൈസയില്ല. പണത്തിനു വേണ്ടി പരിഭ്രാന്തരായി നെട്ടോട്ടമോടുന്ന കാഴ്ചകളാണ് നഗരത്തിലെങ്ങും. പലയിടങ്ങളിലും ജനം ആക്രമാസക്തരായി. बजे से आए हैं, 2 बच्चे हैं, चेंबूर में जाते हैं. एक बच्चा आया कि नहीं आया स्कूल से मालूम नहीं, और एक बच्चा है ना स्कूल जाने के लिए आज छुट्टी कराना पड़ा. इतनी प्रॉब्लम है यहाँ पर. मेरी मम्मी है, वो बुढ़ी है, अबव 60 है, और वो लाइन में खड़ी नहीं हो सकती, इसलिए मैंने उसको उधर बिठाया है और मैं लाइन में खड़ी हूँ. പണം മാറിയെടുക്കാനും നിക്ഷേപിക്കാനുമുള്ള തിരക്ക് വർദ്ധിച്ചതോടെ ജനം കൂടുതൽ ആശങ്കയിലാണ്. ये छोटा वाला बच्चा है, ये बड़ा है, 2 बच्चे आगे है, उसकी माँ भी लाइन में लगी है और चेंज करने अपने पास कोई खाता नहीं है. ഞാനൊരു നഴ്സാ. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകണ്ട ലീവ് എടുത്തിട്ട് വന്ന് നിൽക്കുക. ഇത്ര സമയമായിട്ട് എനിക്ക് ഇതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. വരി നിന്ന് ക്ഷീണിച്ചവർക്ക് ആശ്വാസം പകർന്ന് രാഷ്ട്രീയ പ്രവർത്തകർ രംഗത്ത് വന്നതും പ്രത്യേകതയായി. ബോംബെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ വരി നിൽക്കുന്നവർക്ക് കുടിവെള്ളവും ചായയുമായിട്ടായിരുന്നു പാർട്ടി പ്രവർത്തകർ എത്തിയത്. പഴയ നോട്ടുകൾ മാറ്റിവാങ്ങുന്നവരുടെ കയ്യിൽ മഷി പുരട്ടുന്ന സംവിധാനവും കൂടിയായപ്പോൾ ദുസ്സഹമായിരിക്കുകയാണ് സാധാരണക്കാരന്റെ ജീവിതം. मोदी जी ने जो ऐलान किया है 24 तारीख तक का सिर्फ 4000 मिलेगा. 4000 में आदमी कैसे अपनी फैमिली चला सकता है ये 10 दिन तक का. എപ്പോഴും വന്ന് ലൈനിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ്. 30% വരെ കമ്മീഷൻ ഈടാക്കി പഴയ നോട്ടുകൾ ചുളുവിൽ മാറ്റിക്കൊടുക്കുന്ന ഇടപാടുകാർക്കും നല്ല ഡിമാൻഡാണ് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത്. സമഗ്രമായ വികസനത്തിനായി കേരളം ഒരുങ്ങുന്നു. കാലാനുസൃതമായ വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ചെമ്പൂർ ആദർശ വിദ്യാലയത്തിൽ മുംബൈ മലയാളികൾ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിനാകെ മാതൃകയാകും വിധമുള്ള കേരള മോഡലിന് അടിത്തറ പാകിയത് ആദ്യത്തെ EMS മന്ത്രിസഭയാണ്. അന്ന് തുടക്കമിട്ട വികസനത്തിന് പല കാരണങ്ങളാൽ ഇടക്കാലത്ത് സ്തംഭനമുണ്ടായെന്നും ഇതിനൊരു മാറ്റമുണ്ടാകണമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. നമ്മുടെ നാട് ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ നേടിയ നാടാണ്. വികസിത രാഷ്ട്രങ്ങൾ നേടിയ നേട്ടങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞ നാടാണ് നമ്മുടെ. കേരളത്തിന്റെ നേട്ടങ്ങൾ വിലയിരുത്തിയും കഴിഞ്ഞ കാലങ്ങളിലെ കുറവുകൾ നികത്തിയും കാലാനുസൃതമായ വികസനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുംബൈയിൽ പറഞ്ഞു. കാലാനുസൃതമായ വികസനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിരിക്കും. അത് സാമൂഹ്യ നീതിയധിഷ്ഠിതമായ സർവതല സ്പർശിയും സമഗ്രവുമായ വികസനം എന്നാണ്. എല്ലാ മേഖലയും വികസിക്കണമെന്നാണ്. വലിയ ഫാക്ടറിയും തൊഴിലവസരങ്ങളുമല്ല വികസനമെന്നും സമഗ്രമായ മാറ്റങ്ങളാണ് കേരളം ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർപ്പിടമില്ലാത്തവർക്ക് വീടും കുറഞ്ഞ നിരക്കിൽ ചികിത്സയും സാധാരണക്കാരന് പോലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും പ്രായോഗികമാക്കുന്ന സമഗ്രമായ വികസന പദ്ധതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി മുംബൈയിലെത്തുന്ന പിണറായി വിജയന് ആവേശകരമായ വരവേൽപ്പാണ് വിമാനത്താവളത്തിൽ നൽകിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം മഹേന്ദ്ര സിംഗ്, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR കൃഷ്ണൻ,
കൂടാതെ പ്രിൻസ് വൈദ്യൻ, MK നവാസ്, TN ഹരിഹരൻ, വത്സൻ മൂർക്കോ തുടങ്ങി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി സാമൂഹ്യ പ്രവർത്തകർ വിമാനത്താവളത്തിൽ കേരള മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. മുംബൈയിലെ പ്രമുഖ എഴുത്തുകാരൻ G. വിശ്വനാഥൻ അവതാരകനായ പരിപാടിയിൽ വജ്രജൂബിലി ആഘോഷ സമിതി ചെയർമാൻ നോവലിസ്റ്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ R. സഹസ്രനാമൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം മഹേന്ദ്ര സിംഗ്, കൈലി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബട്ടാസ് എന്നിവർ സംസാരിച്ചു. ആദർശ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ലീന നായർ നന്ദി പ്രകാശിപ്പിച്ചു. ആദർശ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 100 കണക്കിന് മലയാളി സംഘടനകളുടെ പ്രതിനിധികൾ കൂടാതെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. മുംബൈയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബന്ധിച്ച വ്യവസായികളുടെ യോഗത്തിൽ വൻ പങ്കാളിത്തം. മുംബൈ മലയാളി വ്യവസായികൾ ഉന്നയിച്ച ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുകൂലമായ പ്രതികരണവുമായി മുഖ്യമന്ത്രി. കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾക്കായി മനസ്സ് തുറന്ന് മുംബൈ മലയാളി വ്യവസായികൾ. ജന്മനാടിന്റെ സംസ്കാരത്തിനും പ്രകൃതിക്കും അനുകൂലമായ രീതിയിലുള്ള വികസനത്തിനായുള്ള സംരംഭങ്ങൾക്കായി കാതോർക്കുകയായിരുന്നു നഗരത്തിലെ വ്യവസായ സമൂഹം. കേരള മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പിണറായി വിജയൻ മുംബൈയിൽ പങ്കെടുത്ത ആദ്യ പൊതുപരിപാടിയായിരുന്നു മലയാളി വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബട്ടാസ് സ്വാഗതം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലയേറ്റ ശേഷം ആദ്യമായിട്ടാണ് മുംബൈ മലയാളികളുടെ കൂലിസു എന്ന് പറയാവുന്ന നിങ്ങളുമായി ഒരു ഇന്ററാക്ഷന് ഇന്ന് മുംബൈയിലെത്തിയത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത്തരമൊരു ആശയവിനിമയത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്ന് ചടങ്ങിൽ സംസാരിച്ച ഏഷ്യാനെറ്റ് മാനേജിംഗ് ഡയറക്ടർ K. മാധവൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഒരു പുരോഗതി നടന്നിട്ട് അവിടുത്തെ ഏത് സെക്ടർ എടുത്താലും ഒരു സൈഡിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റ് ആവുകയും മറ്റൊരു സൈഡിൽ ഡെവലപ്മെന്റ് ആസ്പെക്ട്സിൽ വളരെ പിറകോട്ട് പോകും. ഇക്കോ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ ശ്രദ്ധ പതിയണമെന്ന് ലീല ഹോട്ടൽ ഗ്രൂപ്പ് മേധാവി വിവേക് നായർ നിർദ്ദേശിച്ചു. The country we are now emphasizing on ecotourism, which is the development of our beautiful beaches, backwaters, pilgrimages, etc. And Kerala has a maximum amount of such facilities to offer. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ആയുർവേദ ആശുപത്രി കേരളത്തിൽ ആരംഭിക്കുമെന്ന് കേരള മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആയുർവേദ മേഖലയില് നല്ല രീതിയിൽ തന്നെയാണ് ഇടപെടാൻ പോകുന്നത്. ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യമായ ഗവേഷണ സൗകര്യങ്ങളടക്കം ഒരുക്കുന്ന തലത്തിൽ സജ്ജമാക്കാനാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഹോട്ടൽ ലീലയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ വിവിധ ആവശ്യങ്ങൾക്കും അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. ഡോക്ടർ ഉമ്മൻ ഡേവിഡ് ചൂണ്ടിക്കാട്ടിയ മലയാളം മിഷന്റെ പോരായ്മകൾ ഗൗരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലയാള മിഷന്റെ കാര്യം ഒട്ടേറെ പേർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഗൗരവമായി പരിശോധിക്കുകയും ആവശ്യമായ നിലപാട് എടുക്കുകയും ചെയ്യാം. ഈ മലയാളം ഇപ്പം പൊതുവെ കാണുന്നൊരു പ്രത്യേകത, നമ്മുടെ മറുനാടൻ മലയാളികളിലെല്ലാം മലയാളത്തിനോട് പൊതുവെ കുടുംബങ്ങളിലും പ്രതിപത്തി വളർന്നു വരുന്നുണ്ട്. മലയാളം നല്ല രീതിയിൽ ചെറിയ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പോഴത്തെ മലയാളം ചാനലുകളും ഒരു വഴി വെച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. നോർക്ക പരിഷ്കാരങ്ങൾ ഉടനെ നടപ്പാക്കുമെന്നും വാഷി കേരള ഹൗസ് സാംസ്കാരിക വിനിമയത്തിനുള്ള കേന്ദ്രമാക്കുമെന്ന നിർദ്ദേശവും ആലോചിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നോർക്കയുടെ കാര്യത്തിൽ ചില പരിഷ്കരണങ്ങൾ ആവശ്യമാണ് എന്നത് ശരിയാണ്. അതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ചില കാര്യങ്ങൾ പണിപ്പുരയിലാണ്. വേഗം തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകും. കേരള ഹൗസിനെ കുറിച്ച് പറഞ്ഞു, അത് എന്താണെന്ന് പരിശോധിക്കണം. അതിപ്പോ ഒരു അതിഥി മന്ദിരമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വെച്ച ആവശ്യം എങ്ങനെയാണ് പരിഗണിക്കാൻ കഴിയുക എന്നുള്ളത് പ്രത്യേകം പരിശോധിച്ച് നോക്കേണ്ടതായിട്ടായിരിക്കും. പത്തനംതിട്ടയിൽ വിമാനത്താവളം വേണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നു. NMMT ചെയർമാൻ സാബു ഡാനിയൽ അടക്കമുള്ളവരുടെ ആവശ്യത്തിന് അനുകൂലമായ പ്രതികരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്.
പത്തനംതിട്ടയിൽ ശബരിമല യാത്രക്കാർക്കായി വിമാനത്താവളം പരിഗണിക്കുമെന്ന വാക്കുകളെ നിറഞ്ഞ കയ്യടിയോടെയാണ് യോഗം സ്വീകരിച്ചത്. പത്തനംതിട്ടയിലെ എയർപോർട്ട് എന്നതിനോട് മറ്റ് എതിർപ്പൊന്നും ഇല്ല. അവിടെ ഒരു എയർപോർട്ടിന്റെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടാതെ കേരളത്തിലെ ബേക്കൽ ഉൾപ്പെടെയുള്ള 3 ഇടങ്ങളിൽ എയർ സ്ട്രിപ്പുകൾ തുടങ്ങുമെന്നും ചെറുവിമാനങ്ങൾക്ക് ഇറങ്ങാൻ സൗകര്യമുള്ള എയർ സ്ട്രിപ്പുകൾ വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായാണ് പരിഗണിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുംബൈ വ്യവസായികൾ ഉൾപ്പെട്ട മലയാളി സദസ്സിനെ അഭിസംബോധന ചെയ്യവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കേരളവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും വേദിയിൽ ഉയർന്നു. കേരളത്തിന്റെ വ്യവസായ രംഗത്ത് ഏകജാലക സംവിധാനം നടപ്പാക്കുന്നതിനെപ്പറ്റി മുംബൈ വ്യവസായി റോയ് ജോൺ മാത്യുവിന്റെ നിർദ്ദേശവും പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പുറകിലാണെന്നുള്ളത് ശരിയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പലപ്പോഴായിട്ട് ഏകജാലകം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വേണ്ടത്ര ആയിട്ടില്ല. അത് അവിടത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പരിധിയോളം ആയതായിരുന്നു. ഇടയ്ക്കൊരു കുറച്ച് താമസം വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേഗം തന്നെ ആ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഉൽപാദന മേഖലയിലെ പ്രമുഖരായ ഉജാല രാമചന്ദ്രൻ, സുകുമാരൻ പണിക്കർ, കെ നന്ദകുമാർ, ഹരികുമാർ മേനൻ കൂടാതെ ഹോട്ടൽ വ്യവസായ രംഗത്ത് നിന്ന് വിവേക് നായർ, വിവിധ സേവന രംഗങ്ങളിൽ നിന്നായി ലയൺ കുമാരൻ നായർ, പ്രിൻസ് വൈദ്യൻ, ഹരിഹരൻ നായർ, ഇബ്രാഹിം കുട്ടി, വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ഉമ്മൻ ഡേവിഡ്, കയറ്റുമതി രംഗത്ത് നിന്ന് MK നവാസ്, നിയമോപദേശ രംഗത്തെ രാജ്യത്തെ ഏകജാലക സേവനത്തിന് തുടക്കമിട്ട അഡ്വക്കേറ്റ് ശ്രീജിത്ത്, സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ സുനിൽ കുമാർ, സുധീഷ് കുമാർ, ആതുര സേവന രംഗത്ത് നിന്ന് ഡോക്ടർ ബിജോയ് കുട്ടി, കെട്ടിട നിർമ്മാണ രംഗത്തെ മുൻനിരക്കാരായ KK നമ്പ്യാർ, ഡോക്ടർ റോയ് ജോൺ മാത്യു, NK ഭൂപേഷ് ബാബു, MC സണ്ണി, വിനോദ വ്യവസായ രംഗത്ത് നിന്ന് റസൂൽ പൂക്കുട്ടി തുടങ്ങി വിവിധ മേഖലകളിൽ വിജയം വരിച്ച മുംബൈയിലെ മലയാളി വ്യവസായ സമൂഹം ഒരു കുടക്കീഴിൽ അണിനിരുന്ന അപൂർവ സംഗമ വേദി കൂടിയായി ഹോട്ടൽ ലീലയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച. കൂടുതൽ വാർത്തകൾക്ക്